ഹോല ഗൈസ്, ഇന്ന് ഞാൻ സ്ലൊവേനിയൻ ഗ്രാമങ്ങളിലുള്ള വീടുകളിലെ കുഞ്ഞു കുഞ്ഞു ഗാർഡൻ പരിചയപ്പെടുത്താമെന്ന് കരുതി. ഈ കാണുന്നത് ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ ഹൗസ് ഓണറിൻ്റെ ഗാർഡനാണ് കേട്ടോ. അത് കുറച്ച് ഹിൽ ടോപ്പിലാണ്. അപ്പോൾ പുള്ളി ഞങ്ങളെ അവിടെ ഒരു ദിവസം വിസിറ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം അവിടെ ഒന്ന് കാണാമെന്ന് പറഞ്ഞ് വണ്ടി എടുത്തു, നേരെ വിട്ടു. ശരിക്കും ഞങ്ങളും ഇവിടെ തന്നെയാണ് കേട്ടോ താമസിക്കുന്നത്, പക്ഷേ ഇത്ര ഹിൽ ടോപ്പിലല്ല. ഈ ഗ്രാമത്തിൻ്റെ പേരാണ് ലാഷ്കോ. ഗ്രാമമെന്ന് പറഞ്ഞാലും ഇതൊരു ഹൈടെക് ഗ്രാമമാണ് കേട്ടോ. ഇവിടെ ലാഷ്കോ ബിയർ എന്ന് പറഞ്ഞാൽ സ്ലൊവേനിയയിലെ വൺ ഓഫ് ദ ഫേമസ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അതിൻ്റെ ബ്രൂവറിയും ഇവിടെ തന്നെയാട്ടോ സ്ഥിതി ചെയ്യുന്നത്. അവിടെ കാര്യമായിട്ട് മുന്തിരി പറിക്കുന്നുണ്ട്. മുന്തിരി പറിക്കുന്നു, കഴിക്കുന്നു, ചതയ്ക്കുന്നു, തുപ്പുന്നു. കുറേ ഐറ്റംസ് റോൾ ചെയ്ത് വെച്ചേക്കുന്നത് കണ്ടില്ലേ? അത് ഈ പുല്ലുകളെല്ലാം ഉണങ്ങിക്കഴിയുമ്പോൾ അത് റോൾ ചെയ്ത് കാറ്റിൽസിന് വേണ്ടിയിട്ട് വിൻ്ററിലോട്ട് സൂക്ഷിക്കുന്നതാണ് ആ കാണുന്നത്. കഴിച്ചു നോക്കാം. നല്ല പൊടി. പുളിയുള്ള സാധനം ഭയങ്കര ഇഷ്ടമാണ്, എന്നാലും ഡവാല പുളിയായിപ്പോയി. ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ദേ കാണുന്നത് ചെസ്നട്ടിൻ്റെ മര, പിന്നെ കുറേ ബെറീസ്, മൽബറി, ബ്ലൂബെറി, ബ്ലാക്ക്ബെറി, റാസ്ബെറി എന്ന് വേണ്ട ഒരു ശേഖരം തന്നെയുണ്ട്. ദേ ഈ കൊല മറിഞ്ഞ് കിടക്കുന്ന സാധനം എന്താണെന്നറിയോ? സ്ലൊവേനിയയിൽ ഇതിന് ബ്രസ്കേവ് എന്ന് പറയും, പക്ഷെ ശരിക്കും ഇത് പീച്ചാണ്. പീച്ചാണത് ഈ പടർന്ന് പന്തലിച്ച് കിടക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. എസ്പെഷ്യലി അത് ഹോം ഗ്രോൺ ആകുമ്പോൾ അതിലും ടേസ്റ്റാണ്. കൈ കിട്ടിയതൊക്കെ ഞാനും പറിച്ചു. ദേ ഈ കാണുന്നത് അവരുടെ പച്ചക്കറി തോട്ടമാണ്. ഒരുപാട് ഇറ്റാലിയൻ ഹെർബ്സ് ഉണ്ട്, പാഴ്സ്ലി, ബേസിൽ, പിന്നെ നമ്മുടെ നാട്ടിലെ കുറേ പച്ചക്കറികൾ. പക്ഷേ ഇവിടെ വേറെ പേരൊക്കെ ആയിട്ടോ പറയുന്നത്. കുറേ ക്യാപ്സിക്കം, തക്കാളി, മിൻറ്റ് ലീവ്സ്, സബർജില്ലി, കോളിഫ്ലവർ, ക്യാബേജ്, പയർ എന്ന് വേണ്ട എല്ലാ ഐറ്റംസും. പിന്നെ ദേ കാണുന്നത് ഫിഗാണ് കേട്ടോ. പിന്നെ ഈ കാണുന്നത് ഇന്ത്യയുടെ ബനാന എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടാണ്. ഇതിന് നമ്മുടെ പഴത്തിൻ്റെയും മാങ്ങയുടെ ഒരു മിക്സ് ടേസ്റ്റാണ്. അമ്മ അവിടെ നിന്ന് അത്യാവശ്യം കിട്ടാവുന്നതൊക്കെ പൊക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഈ ഒരാഴ്ചത്തെ വിളവെടുപ്പുമായിട്ട് ഞങ്ങൾ ദേ പോണു. ഞങ്ങൾ നട്ടു വളർത്തിയല്ലെങ്കിലും അവിടെ നിന്ന് കിട്ടിയപ്പോൾ ഒരു പ്രത്യേക സന്തോഷം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.